അതെ, ഈ വണ്ടിയുടെ സ്റ്റിക്കർ ഇതുവരെ മാറ്റിയില്ലേ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തിന്റെ കാലാവധി കഴിഞ്ഞു. പെയിന്റർമാരെ കിട്ടണ്ടേ മാഡം? അതെന്തിനാ ഞാൻ അറിയുന്നത്? ഒരുത്തനെ കൊണ്ടുവന്നിട്ട് ഇവിടെ 5 ദിവസമായി, ഇതുവരെ അവ ഒരു പണിയും ചെയ്തിട്ടില്ല. എന്ന് കറങ്ങും അന്വേഷിച്ചു. വല്ല കാര്യമുണ്ടോ ചേട്ടാ? ഈ ചുവരിൽ സിനിമ പോസ്റ്റർ അടിക്കുന്ന പോലെ വണ്ടിക്ക് സ്റ്റിക്കർ അടിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ജനങ്ങളെ ആകർഷിക്കാനല്ലേ ഇങ്ങനെയുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചേ പറ്റുള്ളൂ മാഡം. ശരി, ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത് സർക്കാരിന്റെ നിയമത്തിനെതിരല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എന്തൊരു ആത്മാർത്ഥമാണ്. അയ്യോ, ഇപ്പൊ ഒരു അപകടം ഉണ്ടായപ്പോഴാണ് ഇവരെല്ലാം കൂടി കുറ്റം പറിച്ചിങ്ങി ഇറങ്ങിയത്. ഇതിനുമ്പ് എന്താണ്, എവിടെന്നെങ്കിലും കുറച്ച് കൈക്കൂലി വാങ്ങിക്കും, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും, കൈക്കൂലി വാങ്ങിക്കും, ഓക്കെ പറയുമ്പോ ഇതൊക്കെ ചുമ്മാ ഇങ്ങോട്ട് വാ. ഇതൊക്കെ പറയാൻ താനാരാ? തന്നോട് ഞാൻ വല്ലതും ചോദിച്ചോ? നിന്നോട് ഞാൻ വല്ലതും ചോദിച്ചോ? തന്നോട് ചോദിച്ചാൽ മാത്രം താൻ ഇങ്ങോട്ട് മറുപടി പറഞ്ഞാൽ മതി. താൻ എന്താ പറഞ്ഞത്? കൈക്കൂലി മേടിക്കുന്നോ? തന്റെ അടുത്ത് ഞാൻ കൈക്കൂലി മേടിച്ചോ? താൻ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നതിനെ പറ്റിട്ട്? പെണ്ണുമ്പളയാ? ആരുടെ പെണ്ണുമ്പള? ഇത് മീനോടൊക്കെ വെച്ചേക്കുന്നല്ല, ഇത് സ്റ്റാറാണ്. സ്റ്റാർ മനസ്സിലായോ? ഏത് പാർട്ടിയുടെ ഓഫീസായി എനിക്ക് വിഷയമല്ല. എന്റെ അടുത്ത് മോശത്തോട് സംസാരിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടും. ഒരു കാര്യം, ഇയാള് മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ ഈ വണ്ടിയുടെ പെർമിറ്റ് ഞാൻ കട്ട് ചെയ്യും. ഇവിടെ മര്യാദക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പെയിന്റ് അടി നിർത്തും. മൂട് പോയി ഇനിയിപ്പോ പെയിന്റ് അടിക്കാനുള്ള മൂടില്ല. നീ ഒരു 1000 രൂപ എടുത്തണം. 1000 രൂപ എന്തിന്? ഒരു സിനിമ കാണാൻ വേണ്ടി. 1000 രൂപയ്ക്ക് ഏത് സിനിമ? 1001 വരെ ഇങ്ങോട്ട് 1000 1 രൂപ കൊണ്ടുവയ്ക്കാം. ഓക്കെ, കണ്ടൊക്കെ സംസാരിക്കണം കേട്ടോ. നമുക്ക് യൂണിയനൊക്കെ ഉള്ളതാണ്. എന്റെ പൊന്ന് ചേട്ടാ, ഇതുപോലുള്ളവരൊക്കെ പറഞ്ഞു വിട്ടിട്ട് ചേട്ടൻ തന്നെ ആ വണ്ടിക്ക് പെയിന്റ് അടിക്കാൻ നോക്ക്. അങ്ങനെ 2 ദിവസം. അടിപൊളി ബസ്, നമുക്ക് ഇതിൽ തന്നെ പോകണം കേട്ടാ. ചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരം. ചേട്ടാ, ഈ വണ്ടിയുടെ മുതലാളി ഞാനാണ് മുതലാളി. ചേട്ടനാണ് മുതലാളി? എന്താ ഈ കോലത്തില്? ഞാൻ വണ്ടി കഴുകാൻ വന്നാ. നീ കാര്യം പറ. ചേട്ടാ, നമ്മളെ സ്കൂളിൽ നിന്ന് ടൂർ പോലുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ അറിയാലോ, ഈ ബസ്സിന്റെ ബിഗ് ഫാനാണ് ഞാനും തണ്ടേവളും. അപ്പൊ നമുക്ക് ഈ ബസ്സിൽ തന്നെ പോകണം. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കണം ഈ ബസ്സിൽ പോയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചേട്ടാ സെറ്റ് ചെയ്ത് തരണം. എവിടാ ടൂർ പോണേ? ഊട്ടി, കൊടൈക്കനാൽ, അങ്ങോട്ടൊക്കെ. അടിപൊളി സ്ഥലമല്ലേ? എത്ര ദിവസത്തേക്കാ? മൊത്തം 7 ദിവസം. അപ്പൊ നമുക്ക് കുറച്ച് ഡിമാൻഡ് ഒക്കെ ഉണ്ട് കേട്ടാ. പറഞ്ഞോ. ഈ ബസ്സിനകത്ത് ഒരു 30,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റം വേണം. പിന്നെ 20,000 വാട്ട്സ് ലൈറ്റ് സിസ്റ്റം വേണം. പിന്നെ DJ ഫ്ലോർ വേണം, സ്മോക്കർ വേണം, ലേസർ വേണം. നമുക്ക് അടിച്ചങ്ങ് പൊളിക്കണം. അതെ, നിങ്ങൾ ടൂറിനാണോ പോണോ അതോ വല്ല മെഗാഷേക്കാണോ പോണോ? ടൂറിനാണല്ലേ? ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കുറെ സെൽഫി എടുത്ത് ഇൻസ്റ്റയിലും FB-ലൊക്കെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് കുറെ ഷൈൻ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സെൽഫി ആവശ്യത്തിന് എടുത്തോ. കാരണം ഈ വണ്ടിയുടെ സ്റ്റിക്കർ ഒക്കെ പൊളിച്ച് മാറ്റിട്ട് ഫുള്ള് വൈറ്റ് ആക്കാൻ പോവുക. അപ്പൊ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. സ്കൂളിൽ പോയി പഠിച്ചാൽ മാത്രം പോരാ, ഇടയ്ക്ക് പത്രമൊക്കെ ഒന്ന് വായിക്കണം. സർക്കാരിന്റെ പുതിയ നിയമമാണ് ഈ വണ്ടിയുടെ സ്റ്റിക്കർ ഒക്കെ മാറ്റിയിട്ട് ഫുള്ള് വൈറ്റ് ആക്കാൻ പോവുക.